Good morning, dear students. ഞാൻ അബ്ദുൽ സലാം, ഗവൺമെൻറ് ITI SCDD തൂണേരി. നമ്മുടെ സെക്കൻഡ് ഇയറിൻ്റെ എംപ്ലോയബിലിറ്റി സ്കിൽസ്, അതിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടോപ്പിക്കിൽ നിങ്ങളുടെ വർക്ക് ബുക്കിൽ പേജ് നമ്പർ 119 വേർബൽ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ 9, പിന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ചാപ്റ്റർ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ പേജ് നമ്പർ 123 ചാപ്റ്റർ 10. വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ഏതെങ്കിലും തരത്തിലുള്ള വേർഡ്സ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. ഒന്നുകിൽ സ്പീച്ച് ആയിരിക്കും, അല്ലെങ്കിൽ റിട്ടൺ ആയിരിക്കും. നോൺ വെർബലിൽ വേർഡ്സ് ഇല്ല, പക്ഷേ സിമ്പിൾസ് ആയിരിക്കും. അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസിങ് വേർഡ്സ് ത്രൂ സ്പീക്കിംഗ് or writing to share information, thoughts and ideas. Good verbal communication helps clearly communicate with others without being rude. Clear and polite communication is a very important skill in the workplace. People should not feel that we are disrespecting them nor misunderstand our words. അപ്പം വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ വാക്കുകളിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, റൈറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ സ്പീച്ചിലൂടെയാണ്. നല്ല വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റൂഡ്, വിത്തൗട്ട് ബീങ് റൂഡ് എന്ന് വെച്ചാൽ പരിക്കനാകാൻ പാടില്ല. ക്ലിയർ ആൻഡ് പൊളൈറ്റ് കമ്മ്യൂണിക്കേഷൻ, വളരെ മര്യാദാപൂർവ്വം വളരെ വ്യക്തമായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ അറ്റ് ദ വർക്ക് പ്ലേസ്. ഇതിൽ ഗിവിങ് ഫീഡ്ബാക്ക്, ടോക്കിംഗ് ടു ബോസ് ഓർ സൂപ്പർവൈസർ, അതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ വരും അല്ലേ. സൂപ്പർവൈസറായിട്ടോ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സായിട്ടോ നമുക്ക് ടോക്ക് ചെയ്യേണ്ടി വരും, അതൊരു വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. പ്രസൻറ്റിങ് ആൻ ഐഡിയ, അതൊന്നുകിൽ വാക്കിലൂടെ ആകാം അല്ലെങ്കിൽ എഴുത്തിലൂടെ ആകാം. ടോക്കിംഗ് ടു കസ്റ്റമേഴ്സ്, ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കുക. അഡ്രസ്സിങ് കസ്റ്റമേഴ്സ് പ്രോബ്ലംസ്, റിസോൾവിങ് ഫൈറ്റ്സ്, ഇതെല്ലാം തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ വിവിധ രീതികളാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, സ്പീക്ക് ലൗഡ് ആൻഡ് ക്ലിയർ, വ്യക്തമായും ഉച്ചത്തിലും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഉച്ചത്തിൽ എന്ന് പറയുമ്പോൾ അട്ടഹസിക്കയിലെ ക്ലിയർ ഓഡിബിളായിട്ടുള്ള സൗണ്ട് ആയിരിക്കണം അല്ലേ. നോ ഹൂ യു ആർ ടോക്കിംഗ് ടു, ആരോടാണോ സംസാരിക്കുന്നതിനുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതായത് നമ്മുടെ ബോസിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ അതൊരു രീതി, സബോർഡിനേറ്റ്സാണ് സംസാരിക്കുന്നതെങ്കിൽ വേറെ രീതി, കസ്റ്റമേഴ്സിനോടാണെങ്കിൽ വേറെ രീതി. എല്ലാത്തിനും പൊളൈറ്റ്നെസ് വേണം. Use different modes of verbal communication. For official communication like asking for leave requests, etc., email is better option. But if you want to ask a doubt about your work, face-to-face communication is better. ഇപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ലീവ് ലെറ്റർ അയക്കുന്നതെങ്കിൽ അത് എഴുതി കൊടുക്കുകയാണ്, ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് കൊടുക്കുക. അതേസമയം നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ട് ചോദിക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലേ. വൈൽ സ്പീക്കിംഗ് ഷോ റെസ്പെക്ട് ടു ദ പേഴ്സൺ ഹൂം യു ആർ സ്പീക്കിംഗ് ടു അല്ലേ. ബഹുമാനം ആവശ്യമുണ്ട്. ആസ്ക് ക്വസ്റ്റ്യൻ വെൻ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സംതിങ്, എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ചോദിക്കേണ്ടതുണ്ട്. ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഇൻറ്ററപ്റ്റ് ദ സ്പീക്കർ, സംസാരിക്കുന്നതിനിടയ്ക്ക് കയറി സംസാരിക്കുകയും ചെയ്യരുത് അല്ലേ. ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദ ഹാബിറ്റ് ഓഫ് ഗോസിപ്പിംഗ് ഇൻ യുവർ വർക്ക് പ്ലേസ്. ഗോസിപ്പിംഗ് എന്ന് വെച്ചാൽ പരദൂഷണം പറയുക, ഊഹിക്കുക എന്നൊക്കെ പറയും. റൂമർ പരത്തുക, അപവാദങ്ങൾ പരത്തുക, അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. വൺ ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈസ് വൈൽ മേക്കിംഗ് ടെലിഫോൺ കോൾസ്. അത് വളരെ പ്രധാനപ്പെട്ട ടെലിഫോൺ കോൾസിൽ നമ്മൾ കുറേ അധികം മര്യാദ കാണിക്കേണ്ടത് അല്ലേ. സംടൈംസ് ഇൻ യുവർ പ്രൊഫഷണൽ ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈഫ് യു വിൽ ഹാവ് ടു മേക്ക് ഫോർമൽ ടെലിഫോൺ കോൾസ് ടു യുവർ എംപ്ലോയർ, ഇൻ്റർവ്യൂയർ, സൂപ്പർവൈസർ ആൻഡ് അതേഴ്സ്. നമുക്ക് ഫോർമൽ ടെലിഫോൺ കോൾസ് പലരുമായിട്ടും നടത്തേണ്ടതുണ്ടാകാം അല്ലേ. ലേണിംഗ് ടു മേക്ക് ഫോർമൽ ടെലിഫോൺ കോൾസ് വിൽ ഹെൽപ്പ് യു പെർഫോം വെൽ ഇൻ ദ വർക്ക് പ്ലേസ്. അപ്പോൾ ഫോർമൽ ടെലിഫോൺ കോൾസ് വിളിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് റൈറ്റിംഗ് ലെറ്റേഴ്സ്. അത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്, ലെറ്റർ റൈറ്റിംഗ്. അത് ഒന്നുകിൽ ഒഫീഷ്യൽ ലെറ്റർ, ലീവ് ലെറ്റർ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അത് മെമ്മോസ് ഒക്കെ ആകാം. ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ റൈറ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് skill. This skill becomes useful when you want to write a job application, ask for leave, or if you cannot go to the workplace because you are sick. അപ്പോൾ ഒരു സിക്ക് ലീവോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ ഒക്കെ എഴുതാൻ ആവശ്യം വരും അല്ലേ. ഫോർമൽ ലെറ്റേഴ്സ് ആൻഡ് ഇൻഫോർമൽ ലെറ്റേഴ്സ് ആർ റിട്ടൺ ഫോർ മെനി പർപ്പസസ് ഇൻ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ലെറ്റേഴ്സ് എഴുതുമ്പോഴും വാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ലെറ്റർ എഴുതുക വാട്ട് എവർ യു റൈറ്റ് അത് റെക്കോർഡായി മാറി. ചിലപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളോ എത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും അത് അവിടെ ഉണ്ടാവും. പക്ഷേ വാക്ക് പറയുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ
അത് അപ്പോൾ തന്നെ പോയി. അപ്പോൾ കൂടുതൽ റെക്കോർഡിംഗ് നേച്ചറിലാണ് റൈറ്റിംഗ് എന്ന് പറയും. അത് കുറച്ചും കൂടി സ്കിൽ ഡെവലപ്പ് ആവശ്യമുള്ളതാണല്ലേ. പിന്നെ ബിഫോർ യു സ്റ്റാർട്ട് യുവർ ആക്ടിവിറ്റീസ് യു ക്യാൻ ഗോ ത്രൂ ദ ഫോളോയിങ് ലെസൺ ഓഫ് ഭാരത് സ്കിൽസിൽ എൻ്റെ പോർട്ടലിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ വിത്ത് വേർഡ്സ്, റിംഗ് റോങ് ഓൺ ദ ഫോൺ, കവർ ലെറ്റർ ആൻഡ് ആപ്ലിക്കേഷൻ റൈറ്റിംഗ് സിമ്പിൾ ആപ്ലിക്കേഷൻസ്, റൈറ്റിംഗ് എ റെസിഗ്നേഷൻ ലെറ്റർ. ഇതെല്ലാം ഭാരത് സ്കിൽസിൽ നോക്കി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ടു ഹാവ് എ ഗുഡ് ടെലിഫോൺ കോൺവെർസേഷൻ യു നീഡ് ടു ബി പ്രിപ്പയർഡ്. നല്ലൊരു ടെലിഫോൺ കോൾ വിളിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ടിപ്സ്? ബി പ്രിപ്പയർഡ് ഫോർ യുവർ കോൾ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് യുവർ കമ്പനി. വിളിക്കുമ്പോൾ നമ്മൾ ആരാണ് എന്താണെന്ന് പറയുകയാണ് വേണ്ടത് അല്ലേ. നമ്മൾ അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് ആരും സംസാരിക്കുന്നത് ചോദിക്കുന്ന മര്യാദകേടാണ്. നമ്മൾ അങ്ങോട്ട് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ഇന്ന ആളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. അതേപോലെ തന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന ആൾക്കാരും നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ആരാണ് വിളിക്കുന്നത് അവരാണ് പറയേണ്ടത് അല്ലേ. ഗീവ് ദ റീസൺ ഫോർ ദ കോൾ. എന്തിനാണ് വിളിക്കുന്നത്? സ്പീക്ക് ക്ലിയർലി. ഡോണ്ട് യൂസ് സ്ലാങ് ഓർ ബാഡ് വേർഡ്സ്. ചീത്ത വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. സ്ലാങ്, കൊളോക്കിയൽ വാക്കുകൾ പറയാൻ പാടില്ല. ആസ്ക് ബിഫോർ യു പുട്ട് ദ അതർ പേഴ്സൺ ഓൺ ഹോൾഡ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആവശ്യപ്പെടേണ്ടതുണ്ട് കേട്ടോ. അപ്പോളജൈസ് ഇഫ് യു ഇൻ്ററപ്റ്റ് ദ അതർ പേഴ്സൺ. അത് നമ്മൾ ചിലപ്പോൾ അസമയത്തൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾ അപ്പോളജൈസ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ലിസൺ ടു വാട്ട് ദ അതർ പേഴ്സൺ ഈസ് സേയിങ്. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടേക്ക് മെസ്സേജസ് പ്രോപ്പർലി. നമ്മൾ എഴുതിയെടുക്കേണ്ടതാണെങ്കിൽ എഴുതിയെടുക്കണം. അപ്പോൾ ഒരു പേനയും ഒരു പേപ്പറൊക്കെ കയ്യിലുണ്ടായിരിക്കണം. മേക്ക് ഷ്യൂർ യുവർ മെസ്സേജ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ക്ലിയർലി. സമ്മറൈസ് ദ കോൾ ബിഫോർ യു എൻഡ് ഇറ്റ്. അവസാനിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് വേണം കോൾ കട്ട് ചെയ്യാൻ. ഇനി ഭാരത് സ്കിൽസിലുള്ള ഇത് നോക്കാം. നിങ്ങൾക്ക് റിംഗ് റോങ് ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അതിൽ സമ്മറി, ദ എബിലിറ്റി ടു റൈറ്റ് ഫോർമൽ ലെറ്റേഴ്സ് വിൽ ബി എ വെരി യൂസ്ഫുൾ സ്കിൽ ഫോർ യു ഇൻ ദ വർക്ക് പ്ലേസ്. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് എ ഗ്രീറ്റിംഗ്. അപ്പോൾ ലെറ്റർ എഴുതുന്ന സമയത്ത് സല്യൂട്ടേഷൻ വേണം അല്ലേ. ഗുഡ് മോർണിംഗ് സർ, അല്ലെങ്കിൽ ഡിയർ സർ, അല്ലെങ്കിൽ സർ എന്നൊക്കെ പറയാം, റെസ്പെക്റ്റഡ് സർ. ആഡ് എ സബ്ജക്റ്റ്. ദിസ് ഷുഡ് എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ ഇൻ ഷോർട്ട്. അപ്പോൾ നമ്മൾ സർ എന്നോ അല്ലെങ്കിൽ ഡിയർ സർ എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് സബ്ജക്റ്റ് എഴുതേണ്ടത്. എന്താണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, പർപ്പസ് ഓഫ് ദിസ് ലെറ്റർ. പിന്നെ ഇൻ ദ ബോഡി ഓഫ് ദ ലെറ്റർ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഇൻ ഷോർട്ട്. മെൻഷൻ വൈ യു ആർ റൈറ്റിംഗ് ദ ലെറ്റർ. ലെറ്റ് ദം നോ വാട്ട് യു ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് യു ആർ വെയിറ്റിംഗ് ഫോർ ദെയർ റെസ്പോൺസ്. നമ്മൾ അതിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലും അവരോട് അറിയിക്കണം. എന്നിട്ട് എൻഡ് ദ ലെറ്റർ ബൈ താങ്കിങ് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കേണ്ടത്. ഇപ്പോൾ ലെറ്റർ റൈറ്റിംഗ് സ്കിൽസ് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ടിപ്പ് പറയുന്നുണ്ട്. ആദ്യം ഫ്രം ആണ്, നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, പിന്നെ ടു ആണ്, അത് കഴിഞ്ഞിട്ട് ബോഡിയാണ്. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ, ലീവ് ലെറ്ററാണ്. ഐ റിക്വസ്റ്റ് യു ടു ഗ്രാൻഡ് മീ ലീവ് ഫോർ 2 days. ഐ വിൽ കം ബാക്ക് ടു വർക്ക് ഇൻ 2 days അല്ലെങ്കിൽ 3 days. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. താങ്ക് യു, യോഴ്സ് ഒബീഡിയൻ്റ്ലി. ഡേറ്റ് എഴുതി സൈൻ ചെയ്യണം. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അത് വേറെ ലെറ്ററിൻ്റെ ഫോർമാറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ 2-3 ലെറ്റേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? വാട്ട് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഗുഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഗിവ് 2 examples ഓഫ് വെയർ വി നീഡ് ഗുഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ദ വർക്ക് പ്ലേസ്. ഇത്രയും നിങ്ങൾക്ക് കോംപ്രഹെൻസീവ് എക്സസൈസാണ്. ഇനി ഭാരത് സ്കിൽസിൽ നിങ്ങൾക്ക് നോക്കാനുള്ളത് കമ്മ്യൂണിക്കേഷൻ വിത്ത് വേർഡ്സ്, റിംഗ് ഓൺ ദ ഫോൺ, കവർ ലെറ്റർ ആൻഡ് ആപ്ലിക്കേഷൻ റൈറ്റിംഗ് സിമ്പിൾ ആപ്ലിക്കേഷൻസ്, റൈറ്റിംഗ് എ റെസിഗ്നേഷൻ ലെറ്റർ. ഇത്രയും ഭാരത് സ്കിൽസിൽ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 1, 2, 3. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേർഡ്സ് ഇല്ലാത്തതാണ് അല്ലേ, എഴുതാത്തയോ പറയാത്തോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് വരുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് യൂസിങ് വേർഡ്സ് ഈ കൂടാതെയാണ്. ടു കമ്മ്യൂണിക്കേറ്റ് നോൺ വെർബലി വി യൂസ് ഐ കോൺടാക്ട്, ദൃഷ്ടി, എക്സ്പ്രഷൻസ്, ഗെസ്ചർ, ആംഗ്യം, പോസ്ചർ, നിൽക്കുന്ന രീതി അല്ലെങ്കിൽ ഇരിക്കുന്ന രീതി, നടക്കുന്ന രീതി, ബിഹേവിയർ, എക്സെട്ര. വി ഷുഡ് ഒബ്സർവ് ഹൗ പീപ്പിൾ യൂസ് ബോഡി ആക്ഷൻസ് ആൻഡ് എക്സ്പ്രഷൻസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്തൗട്ട് യൂസിങ് വേർഡ്സ്. It can be very useful in our personal and professional lives. It will help us understand others better, make better relationships and become more successful. അപ്പോൾ മറ്റുള്ളവരെങ്ങനെയാണ് ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, അത് അശ്ലീലമല്ലാത്ത രീതിയിൽ, അപാകമല്ലാത്ത രീതിയിൽ, റെസ്പെക്റ്റ് കുറവല്ലാത്ത രീതിയിൽ, മാന്യമായ രീതിയിൽ എങ്ങനെയാണ് ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ പല ഭാവങ്ങളാണ്. ഹാപ്പിനെസ്, കൺഫ്യൂഷൻ, സാഡ്നെസ്, സർപ്രൈസ്, ആങ്കർ, എക്സൈറ്റ്മെൻറ്റ്, ഇതിനെല്ലാം ഇമോജീസ് ഉണ്ടല്ലേ. കമ്മ്യൂണിക്കേഷൻ ഈസ് എ വേ ഓഫ് എക്സ്പ്രസിങ് വൺ സെൽഫ് ടു അതേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി എഫക്റ്റീവ്. Everyone
ലിസണിങ് ടു വാട്ട് യു ആർ സേയിങ് ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സെറ്റ്. അപ്പോൾ നമ്മൾ പറയുന്ന ആൾക്ക് നമ്മൾ എന്താണോ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പറയേണ്ടത് അല്ലേ. ലിസണിങ് ആൻഡ് ബോഡി ലാംഗ്വേജ് ആർ ടു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈവൻ വെൻ യു ആർ സൈലൻറ്റ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ, സംസാരിക്കുന്നില്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മുഖഭാവങ്ങൾ, നമ്മുടെ ശരീരഭാഷ. ഡെവലപ്പിംഗ് റീസണബിളി ഗുഡ് സ്കിൽസ് ഇൻ ബോത്ത് സ്പോക്കൺ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ബിൽഡ്സ് എ പേഴ്സൺസ് പേഴ്സണാലിറ്റി. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം നമ്മൾ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നത് കമ്മ്യൂണിക്കേഷൻ എത്ര ഫലപ്രദമായി നമ്മൾ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ വേ യു ലിസൺ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ്, ലുക്ക് എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്, മൂവ് ആൻഡ് റിയാക്ട് ടെൽസ് ദ പേഴ്സൺ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് with if you care and how well you are listening. When your non-verbal communication matches with the words you are saying, trust and clarity increase. അതാണ് നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഭാവങ്ങളും നമ്മൾ പറയുന്നതായിട്ട് മാച്ച് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ പറയുന്നതിൽ വസ്തുനിഷ്ഠമാവുന്നതും അത് നമ്മുടെ ക്ലാരിറ്റി വർദ്ധിക്കുകയും ചെയ്യുന്നത്. വെൻ ദേ ഡോണ്ട് മാച്ച്, ഇത് മാച്ച് ചെയ്യുന്നില്ലെങ്കിലോ ദേ ക്യാൻ ജനറേറ്റ് ടെൻഷൻ ആൻഡ് കൺഫ്യൂഷൻ. മനസ്സിലായോ? To become a better communicator, it is important to become more sensitive not only to body language and non-verbal signals of others but also to your own non-verbal behavior. അപ്പോൾ നമ്മൾ സംസാര ഭാഷ മാത്രമല്ല, നമ്മുടെ നോൺ വെർബൽ ബിഹേവിയർ, ഉദാഹരണത്തിന് ഗെസ്ചർ, ആംഗ്യം, പോസ്ചർ, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ കോണ്ടാക്ട് ആൻഡ് പേഴ്സണൽ അപ്പിയറൻസ് കമ്മ്യൂണിക്കേറ്റ് മോർ ബട്ട് എ പേഴ്സൺ ദാൻ ദ സ്പോക്കൺ വേർഡ്. മനസ്സിലായോ? അപ്പോൾ പേഴ്സണൽ അപ്പിയറൻസും പ്രധാനപ്പെട്ടതാണെന്നാണ് മനസ്സിലായി. നമ്മുടെ വേഷവിധാനങ്ങളും പ്രധാനപ്പെട്ട. ഒഫീഷ്യൽ ഫോർമലാകുമ്പോൾ ഫോർമലല്ല ഡ്രസ്സിങ് അല്ലേ. ഇൻഫോർമൽ ആകുമ്പോഴും നമ്മളൊരു മാരേജ് പോലുള്ള ഫംഗ്ഷന് പോകുമ്പോഴും നമ്മൾ അലസമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നില്ല, നല്ല രീതിയിലാണ് കുറച്ച് കളർഫുൾ ഡ്രസ്സ് ധരിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അല്ലേ. അത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ രീതിയാണ്. മെയിൻറ്റെയിനിങ് പ്രോപ്പർ സ്പേഷ്യൽ ഡിസ്റ്റൻസ് ഇൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സ്പേഷ്യൽ ഡിസ്റ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ത്രൂ. അപ്പോൾ ഏതെല്ലാം തരത്തിലാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്? ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖഭാവങ്ങൾ, ഐ കോണ്ടാക്ട്, ദൃഷ്ടി, ഗെസ്ചർ, ആംഗ്യം, പോസ്ചർ, നിൽപ്പ്, ഇരിപ്പ്, നടപ്പ്, ഡിസ്റ്റൻസ്, നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അപ്പിയറൻസ്, നമ്മുടെ വേഷം, ഡ്രസ്സ്. ഇത്രയും കാര്യങ്ങളാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓർത്ത് വെക്കണം കേട്ടോ. 1 ഫേഷ്യൽ എക്സ്പ്രഷൻ, 2 ഐ കോണ്ടാക്ട്, 3 ഗെസ്ചർ, 4 പോസ്ചർ, 5 ഡിസ്റ്റൻസ് ആൻഡ് 6 അപ്പിയറൻസ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി അതിൽ കുറച്ച് ടിപ്സ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കാം. Rahim is an electrician trainee. He has joined your ITI this year as a senior ITI technician trainee in the second year. Give some advice on how Rahim has to come to the ITI every day. Remember to include information on his appearance, shirt, pant, shoe, hair, nail, etc. അതൊരു എക്സസൈസാണ്. You are called for an interview in Hyundai. You may mention how you will conduct yourself at the interview. ഇൻ്റർവ്യൂവിൽ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് നമുക്ക് പറയണം. റിമെമ്പർ ടു ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് ഇൻ ഗെസ്ചർ, പോസ്ചർ, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ കോണ്ടാക്ട്, ഇതെല്ലാം പേഴ്സണൽ. ഇതെല്ലാം തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എത്ര ഫലപ്രദമായി നമുക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ പ്രാക്ടിക്കൽ ലെസൺസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് പഠിച്ചു? വാട്ട് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഗുഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കിയത്. ഇനി അടുത്ത് ചാപ്റ്റർ 11 ലിസണിങ് സ്കിൽസാണ്. അത് 11ാമത്തെ ചാപ്റ്റർ ലിസണിങ് സ്കിൽസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 128 ആണ്. അത് 6 കീ ലിസണിങ് സ്കിൽസ്. പേ അറ്റൻഷൻ, ശ്രദ്ധിക്കുക. വിത്ത് ഹോൾഡ് ജഡ്ജ്മെൻറ്റ്, അത് നമ്മൾ മുൻധാരണ ഒഴിവാക്കുക. റിഫ്ലക്റ്റ്, പ്രതിഫലിപ്പിക്കുക. നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു എന്നുള്ളത് പ്രതികരിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ക്ലാരിഫൈ, ക്ലിയർ ആയിരിക്കണം. സമ്മറൈസ്, ഷെയർ. ഇത്രയും കാര്യങ്ങളാണ് ലിസണിങ് സ്കിൽസിൽ വരുന്നത് കേട്ടോ. ഇപ്പോൾ ലിസണിങ് ഈസ് ദ എബിലിറ്റി ടു റിസീവ് ആൻഡ് ആക്യുറേറ്റ്ലി ഇൻ്റർപ്രറ്റ് മെസ്സേജസ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ അത് ലിസണിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റിസീവ് ആൻഡ് ആക്യുറേറ്റ്ലി ഇൻ്റർപ്രറ്റ് മെസ്സേജസ്. അത് മനസ്സിലാക്കുകയും എന്നിട്ട് കൃത്യമായിട്ട് അത് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും ചെയ്യണം. വി ലിസൺ ടു ഗ്യാദർ ഇൻഫർമേഷൻ. നമ്മൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത്? നമുക്കിപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് മാച്ച് ശ്രദ്ധിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ന്യൂസ് ശ്രദ്ധിക്കുകയാണ്, അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണല്ലേ, കിട്ടാൻ വേണ്ടിയിട്ടാണ്. റെസ്പോണ്ട് ടു ക്വസ്റ്റ്യൻസ്, എന്നിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പെർഫോം വെൽ ആസ് ട്രെയിനീസ്, നല്ലൊരു ട്രെയിനി ആകാൻ വേണ്ടിയിട്ടാണ്. എംപ്ലോയീസ് ആൻഡ് സിറ്റിസൺസ്, നല്ല ഒരു പൗരനാകും. സിറ്റിസൺ എന്ന് വെച്ചാൽ
പൗരൻ അല്ലേ, സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാലോ പൗരത്വം അല്ലേ, ഐ ആം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഐ ഹാവ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, മനസ്സിലായോ. ലിസണിങ് ഈസ് ദ പ്രൈമറി സ്കിൽ വിച്ച് എനേബിൾസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അതർ സ്കിൽസ് ലൈക്ക് റീഡിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. അപ്പം ഈ റീഡിങ്ങോ റൈറ്റിങ്ങോ സ്പീക്കിങ്ങോ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടുള്ള സ്കില്ലാണ് ലിസണിങ് സ്കിൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. ലിസണിങ് ഓൾവേസ് ഹാസ് എ പർപ്പസ്, ദെർഫോർ പേയിങ് അറ്റൻഷൻ ടു ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക, ഇൻഫർമേഷൻ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക, അനൗൺസ്മെൻറ്റ് പ്രഖ്യാപിക്കുന്നതിനങ്ങൾ ശ്രദ്ധിക്കുക, ആൻഡ് അതർ റിലേറ്റഡ് കോണ്ടെക്സ്റ്റ് ദാറ്റ് ഡിമാൻഡ് ലിസണിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഗുഡ് ലിസണിങ് സ്കിൽസ് ഓൾസോ ഹാവ് ബെനിഫിറ്റ്സ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ് ഓൾസോ. നന്നായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രധാനപ്പെട്ടതാണ് അല്ലേ. വി മേക്ക് എ ഗ്രേറ്റർ നമ്പർ ഓഫ് ഫ്രണ്ട്സ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക്സ്, ഹാവ് ഇംപ്രൂവ്ഡ് സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. സെൽഫ് എസ്റ്റീം എന്ന് വെച്ചാൽ ഉത്കർഷ എന്ന് പറയും കേട്ടോ, ആത്മീയമായ ഉന്നതി, സ്വയം ഉന്നതി എന്ന് പറയും. ആൻഡ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ഗെറ്റ് ഹയർ ഗ്രേഡ്സ് ഇൻ സ്കൂൾ, ശ്രദ്ധിക്കുന്നുണ്ടല്ലേ, നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഗെറ്റ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ വർക്ക് പ്ലേസ് ആൻഡ് ഹാവ് ഈവൻ ബെറ്റർ ഹെൽത്ത് ആൻഡ് ജനറൽ വെൽബീയിങ്. അപ്പം ആരോഗ്യവും വെൽബീയിങ്, ക്ഷേമവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഗുഡ് ലിസണിങ് സ്കിൽസ് മേക്ക് വർക്കേഴ്സ് മോർ പ്രൊഡക്റ്റീവ്, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ദ എബിലിറ്റി ടു ലിസൺ കെയർഫുള്ളി അലൗസ് വർക്കേഴ്സ് ടു കോംപ്രഹെൻഡ് അസൈൻമെൻറ്റ്സ് ദേ ആർ ഗിവൺ ഇൻ എ ബെറ്റർ വേ. അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുന്നു. ദേ ആർ ഏബിൾ ടു റെക്കഗ്നൈസ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ദം ബൈ ദിയർ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് അവരിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും അവർക്ക് കഴിയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലിസണിങ് സ്കിൽസാണ്. ഇനി ലിസണിങ് ഈസ് എ കീ ടു ഓൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ലിസണിങ് ഇൻവോൾവ്സ് നോട്ട് ഓൺലി ദ എഫേർട്ട് ഓഫ് decode verbal messages but also interrupt non-verbal cues such as tone of voice, facial expression and physical posture. അപ്പോൾ നമ്മൾ ഒരാളുടെ ടോണിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു, മുഖഭാവം നമ്മൾ ശ്രദ്ധിക്കുന്നു, ഫിസിക്കൽ പോസ്ചറും ശ്രദ്ധിക്കുന്നു. ടൈപ്സ് ഓഫ് ലിസണിങ്, പാസീവ് ലിസണിങ് ഉണ്ട്, ആക്റ്റീവ് ലിസണിങ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ദ ടു ടൈപ്സ് ഓഫ് ലിസണിങ് ആർ പാസീവ് ലിസണിങ് ആൻഡ് ആക്റ്റീവ് ലിസണിങ് അല്ലേ. Passive listening is listening without reacting, allowing someone to speak without any interruption. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു TV ന്യൂസ് കാണുകയാണ്, അതൊരു പാസീവ് ലിസണിങ് ആണെന്ന് പറയാം. കാരണം നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല, നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല, നമ്മൾ അലൗവിങ് സമൺ ടു സ്പീക്ക്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക മാത്രം ചെയ്യുന്നു, വിത്തൗട്ട് എനി ഇൻറ്ററപ്ഷൻ. ഇറ്റ് ഈസ് ഓഫൺ വൺ സൈഡഡ് കമ്മ്യൂണിക്കേഷൻ ആസ് ദ ലിസണർ ഡസ് നോട്ട് റെസ്പോണ്ട് ടു ദ സ്പീക്കർ. അതാണ് ഞാൻ പറയുന്നത്. ഒരു TV ന്യൂസ് കാണുകയാണ് അല്ലെങ്കിൽ റേഡിയോ ന്യൂസ് കേൾക്കുകയാണ്, വൺ സൈഡ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മളത് കേൾക്കുക മാത്രമല്ല കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ, നമുക്ക് പ്രതികരിക്കേണ്ടതില്ല. പക്ഷേ ആക്റ്റീവ് ലിസണിങ് ആണെങ്കിലോ, ആക്റ്റീവ് ലിസണിങ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ സെക്യൂർസ് ഇൻഫർമേഷൻ ഫ്രം നെതർ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ ഇൻഫർമേഷൻ നമ്മൾ റിസീവ് ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യും അല്ലേ. ഇറ്റ് ഇൻവോൾവ്സ് പേയിങ് അറ്റൻഷൻ ടു ദ കോൺവെർസേഷൻ, നോട്ട് ഇൻറ്ററപ്റ്റിംഗ്. നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ ഇൻ്റർഫിയർ ചെയ്യില്ല. ടേക്കിംഗ് ദ ടൈം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സ്പീക്കർ ഈസ് ഡിസ്കസിങ് ആൻഡ് റെസ്പോണ്ടിങ്. നമ്മൾ ശ്രദ്ധിച്ച് പ്രതികരിക്കും അല്ലേ. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി നമ്മൾ ശ്രദ്ധിച്ച് പ്രതികരിക്കുന്നുണ്ട് ഇഫ് റിക്വയർഡ്. എക്സാമ്പിൾസ് ഓഫ് ആക്റ്റീവ് ലിസണിങ് ഇൻക്ലൂഡ് ലിസണിങ് ടു എ ടീച്ചർ അല്ലെങ്കിൽ ട്രെയിനർ ഇൻ ദ ക്ലാസ് റൂം, ലിസണിങ് ടു കോ വർക്കേഴ്സ് ആൻഡ് മാനേജർ ഇൻ ദ വർക്ക് പ്ലേസ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ അല്ലെങ്കിൽ ട്രെയിനർ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിലാണെങ്കിൽ മാനേജർ, സഹപ്രവർത്തകർ, അവിടെയൊക്കെയാണ് ഇവിടെ ആക്റ്റീവ് ലിസണിങ് വരുന്നത് കേട്ടോ. സം ബാരിയേഴ്സ് ഇൻ ലിസണിങ് ആർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മിസ്ഇൻറ്റർപ്രിറ്റേഷൻ. അതാണ് അപ്പോൾ ഒരു തടസ്സമാണ്, നമുക്ക് കൃത്യമായി മനസ്സിലാകാതിരിക്കുക അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുക. മിസ്ഇൻറ്റർപ്രിറ്റേഷൻ, ഡിസ്ട്രാക്ഷൻ, നോയ്സ്, ഇപ്പം ശബ്ദം തടസ്സമാക്കും. ഇൻഫർമേഷൻ ഓവർലോഡ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചേൽപ്പിക്കുക. ടു മച്ച് ഇൻഫർമേഷൻ ഇൻ എ ഷോർട്ട് ടൈം, കുറഞ്ഞ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുക. അറ്റൻഷൻ സ്പാൻ. ഹിയർ ആർ എ ഫ്യൂ ടിപ്സ് ടു ഹെൽപ്പ് യു ഡെവലപ്പ് എഫക്റ്റീവ് ലിസണിങ് സ്കിൽ. എന്തൊക്കെയാണ്? ഫേസ് ദ സ്പീക്കർ ആൻഡ് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. അപ്പോൾ ഒരാൾ പ്രസംഗം, ഒരു ക്ലാസ്, ഇപ്പോൾ ഒരു ഓഡിയോ ക്ലാസ് ആണെങ്കിൽ നമ്മൾ ശരിക്കും ചെവി കൊടുത്താൽ മതി. അല്ലാതെ ലൈവ് ക്ലാസ് ആണെങ്കിൽ നമ്മൾ പിന്നെ ഐ കോണ്ടാക്ട് പ്രധാനപ്പെട്ടതാണ് അല്ലേ. ബി അറ്റൻറ്റീവ് ബട്ട് റിലാക്സ്ഡ്, ശ്രദ്ധിക്കണം പക്ഷേ റിലാക്സ് ചെയ്തിരിക്കണം. ഡോണ്ട് ഇൻറ്ററപ്റ്റ് ദ സ്പീക്കർ. ഒരു സംസാരിക്കുന്ന ആൾ പറയുമ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ മാത്രമേ ഇൻറ്ററപ്റ്റ് ചെയ്യുക, ഇടയ്ക്ക് കയറി പറയരുത്. ആസ്ക് ക്വസ്റ്റ്യൻസ് ഓൺലി ടു എൻഷുർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ആയിരിക്കരുത്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണം. പേ അറ്റൻഷൻ ടു നോൺ വെർബൽ ക്യൂസ്, അതായത് ബോഡി ലാംഗ്വേജും കൂടി, സ്പീക്കറുടെ ബോഡി ലാംഗ്വേജും കൂടി
നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഫ് യു ആർ ഫൈൻഡിങ് പർട്ടിക്കുലർലി ഡിഫിക്കൽട്ട് ടു കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് someone is saying, try repeating his or her words mentally and as he say them. This will reinforce his message and help you to stay focused. അപ്പം നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. ലിസണിങ് വിത്ത് എ പർപ്പസ്. ലിസണിങ് ടു എ ടീച്ചർ മേക്കിംഗ് ആൻ അനൗൺസ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ഒരു ടീച്ചറുടെ പ്രസംഗം. ലിസൺ ടു എ സ്മോൾ പാസേജ് ഓൺ സേഫ്റ്റി റൂൾസ് ആൻഡ് കംപ്ലീറ്റ് ദ ടാസ്ക് ദാറ്റ് ഫോളോ. ഇതെല്ലാം അസൈൻമെൻറ്റ്സ് ആണ്. പിന്നെ ട്രൂ ഓർ ഫോൾസ് പറയുക. വർക്കേഴ്സ് ക്യാൻ അഡ്ജസ്റ്റ് ദ എക്വിപ്മെൻറ്റ് വെൻ ഇറ്റ് ഈസ് ഇൻ മോഷൻ. ട്രൂ ഓർ ഫോൾസ് പറയാമല്ലോ കേട്ടോ. ഇംപ്രൂവിങ് എഫക്റ്റീവ് ലിസണിങ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. വാട്ട് ആർ ലിസണിങ് സ്കിൽസ്, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഗുഡ് ലിസണിങ് സ്കിൽ ഇൻ എ വർക്ക് പ്ലേസ്, ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ലിസണിങ് സ്കിൽസ് ഇൻ ദ വർക്ക് പ്ലേസ്. അപ്പോൾ 3 ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.